രചന ഗംഗോത്രി. ഭാഗം 96. ഗംഗ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയാൻ പോയില്ല. കാർത്തിയേട്ടാ, നിങ്ങൾ പോലീസുകാരേക്കാൾ മിടുക്കരായി എൻ്റെ പിള്ളേർ അയാളെ പൊക്കി. അയാൾ ഒളിവിൽ പോയിരുന്നല്ലോ. താഴെ റാവത്തരോടൊപ്പം അയാളുമുണ്ട്. അയാളായിരുന്നു എൻ്റെ അമ്മയെ. അവൾ മുഴുവൻ പറഞ്ഞില്ല. അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മയില്ലാത്ത തൻ്റെ ബാല്യം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. എല്ലാത്തിനും കാരണം അയാളാണ്. തൻ്റെ അമ്മയുടെ വീട്ടിൽ കാര്യസ്ഥനായി ഇരുന്നിട്ട് അവൾക്ക് ദേഷ്യം അടക്കാനായില്ല. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. കയ്യോടെ 2 പൊട്ടിക്കണം. അപ്പയോടുകൂടി പറയട്ടെ. അല്ലെങ്കിൽ വേണ്ട, എല്ലാവരും അറിയുന്നതാണ് നല്ലത്. അവൾ വേഗം താഴേക്ക് ചെന്നു. പിന്നാലെ കാർത്തിയും. മോഹനനെ കൊണ്ടുവന്ന കാര്യം അവൾ എല്ലാവരോടും പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും അയാളെ കാണാൻ ധൃതിയായി. പ്രത്യേകിച്ചും സുമലതയ്ക്ക്. അവരുടെ വീട്ടിലെ ഉപ്പും ചോറും തിന്നിട്ട് അവരുടെ മകളെ പീഡിപ്പിച്ചു കൊന്നവൻ. ഗംഗയും കാർത്തിയും ശിവറാമും സുമലതയും കൂടി അയാളുടെ അടുത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോഴേക്കും കാർത്തി തൻ്റെ രാജിക്കത്ത് മെയിൽ ചെയ്തിരുന്നു. കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ അവൻ്റെ ആത്മാഭിമാനം സമ്മതിച്ചില്ല. പിറ്റേ ദിവസം നേരിട്ട് പോയി രാജിക്കത്ത് സമർപ്പിക്കണം. മോഹനനെ അവിടെ ഒരു കമ്പിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഷർട്ട് ആരോ വലിച്ചു കീറി കളഞ്ഞിരിക്കുന്നു. ദേഹത്ത് ചൂരൽ കൊണ്ട് അടി കിട്ടിയതിൻ്റെ പാടുകളുണ്ട്. അവിടെയുള്ള ആരെങ്കിലും ചെയ്തതാവാമെന്ന് അവർക്ക് തോന്നി. അപ്പോഴാണ് മോഹനൻ സുമലതയുടെ ശബ്ദം മൈക്കിലൂടെ കേട്ടത്. എൻ്റെ മകളെ ഉപദ്രവിക്കാൻ മാത്രം ധൈര്യം നിനക്കുണ്ടായോ മോഹന? അവളെ തൊടാൻ നിന്റെ കൈ പൊങ്ങിയല്ലോ. മോഹനൻ പരിഭ്രാന്തിയോടെ ചുറ്റിലും നോക്കി. മാഡം, എനിക്ക് ഞാനൊന്നും ചെയ്തില്ല. ആരോ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചതാ. എനിക്കങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൻ്റെ ശബ്ദത്തിലെ പതർച്ച എല്ലാവർക്കും മനസ്സിലായി. പെട്ടെന്നാണ് അവനൊരു അട്ടഹാസം കേട്ടത്. അത് ഗംഗയായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മോഹന, ഒരിക്കൽ കൂടി നീ എൻ്റെ മുമ്പിൽ വന്ന് പെടരുത് എന്ന്. അന്ന് നിന്നോട് ഞങ്ങൾ ചോദിച്ചതാണ് എന്താണ് സംഭവിച്ചത് എന്ന്. പക്ഷേ നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിട്ടാണ് നിന്നെ വിട്ടത് എന്ന് കരുതിയോ? നീ ഒളിപ്പിച്ച് വളർത്തിയ ഒരു മകൾ നിനക്കില്ലേ? നീ ചെയ്തതൊക്കെ ഇരട്ടിയായി അവൾക്ക് കിട്ടും. നിന്നോട് ക്ഷമിക്കാൻ മാത്രം വിശാല ഹൃദയം എനിക്കില്ല മോഹന. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് നീയാണ്. അമ്മയില്ലാതെ വളർന്നു വരുന്ന ഒരു കുഞ്ഞിൻ്റെ വേദന നിനക്കറിയില്ല മോഹന. പെട്ടെന്ന് അയാൾ താഴ്ന്നു വരുന്നത് പോലെ തോന്നി. അയാളെ ഉറ്റുനോക്കി. താഴെ നിൽക്കുന്ന നായകളെ അയാൾ കണ്ടു. അതിനെ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് വല്ലാത്ത ഭയം തോന്നി. അതിൻ്റെ നടുവിലേക്കാണ് മോഹനൻ വന്നത്. ആ കൂറ്റൻ നായകൾ അദ്ദേഹത്തെ വട്ടമിട്ടു. അയാൾ അലറി വിളിച്ചു. പക്ഷെ ആരും അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. അപ്പോഴേക്കും നായകൾക്ക് കൂട്ടമായി മോഹനനെ ആക്രമിക്കാൻ അവസരം കിട്ടി. നായകൾ കടിച്ചു പറിക്കുന്ന തൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടപ്പോൾ അയാൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. വേദന കൊണ്ട് പൊളയുന്നതിനോടൊപ്പം അയാൾ മുകളിലേക്ക് ചാടാൻ തുടങ്ങി. രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, അയാൾ സർവ്വശക്തിയും എടുത്ത് അലറി വിളിച്ചു. ഇതുപോലെ എൻ്റെ ഭാര്യയും നിന്റെ മുമ്പിൽ കിടന്ന് കരഞ്ഞില്ലേ മോഹന? അവളെ നോക്കിയ നിന്റെ വൃത്തികെട്ട കണ്ണ് ഞാനിങ്ങെടുക്കുക. ശിവറാം പറഞ്ഞു. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഒരിക്കലും ഇനി അങ്ങനൊന്നും ചെയ്യില്ല. എന്നെ വെറുതെ വിടണം. ദയവായി എന്നെ പോകാൻ അനുവദിക്കണം. അറിയാതെ പറ്റിപ്പോയ തെറ്റാണ്, മോഹനൻ പറഞ്ഞുകൊണ്ടിരുന്നു. ജാക്കി, ഗംഗ ഉറക്കെ വിളിച്ചു. പെട്ടെന്നാണ് ജാക്കി മോഹനൻ്റെ കണ്ണ് കടിച്ചു പറിച്ചെടുത്തത്. അയാൾ വേദനയോടെ പുളഞ്ഞു. അവിടെയെല്ലാം ചോരയൊഴുകി. പെട്ടെന്ന് അയാൾ മുകളിലേക്ക് ഉയർന്നു. റാവുത്തർ ഇതെല്ലാം നോക്കി വേദനയോടെ ചിരിച്ചു. മോഹനൻ്റെ കരച്ചിൽ ശബ്ദം അവിടെയെല്ലാം പ്രകമ്പനം കൊണ്ടു. എന്നെ നിങ്ങൾക്ക് കൊല്ലാൻ സാധിക്കില്ല. എന്നെ കാണാതായാൽ വീട്ടുകാർ കേസ് കൊടുക്കും. പോലീസ് നിങ്ങളെ അന്വേഷിച്ച് ഇവിടെ വരും. എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതിന് നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. വേദനയ്ക്കിടയിലും മോഹനൻ വീറോടെ പറഞ്ഞു. അയ്യോ മോഹന, നിനക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ ഒട്ടും ബുദ്ധിയില്ലാത്തവരാണെന്ന്? ഏത് പോലീസുകാരെയാ താൻ എന്നെ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരുന്നത്? കാർത്തി ചോദിച്ചു. അതിന് മോഹനൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ചോര വാർന്ന് താൻ മരിക്കുമോ എന്ന് അയാൾ ഭയന്നു. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്നതായിരുന്നു അയാളുടെ ചിന്ത മുഴുവൻ. ആരുടെയും ശബ്ദം കേൾക്കാതായപ്പോൾ അയാൾ പതിയെ റാവുത്തറെ നോക്കി. ഒരു കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. തൻ്റെ ഒരു കണ്ണ് ആ പട്ടി കടിച്ചെടുത്തിരിക്കുന്നു. തൻ്റെ അളിയൻ ഭദ്രൻ തന്നെ അന്വേഷിച്ചു വരും. തന്നെ കാണാതായാൽ ഇവിടെ വന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം തന്നെ കണ്ടില്ലെങ്കിൽ അവൻ പ്രശ്നമുണ്ടാക്കും. അതോർത്തപ്പോൾ മോഹനൻ അല്പം ആശ്വാസം തോന്നി. മോഹനൻ്റെ വീട്ടിൽ ഭാര്യ മിക്സിയിൽ എന്തോ അരയ്ക്കുകയാണ്.
ഈ മനുഷ്യ ഫോണും കൊണ്ടുപോയില്ല, എവിടെ പോയി കിടക്കുകയാണോ എന്തോ. വീട്ടിലിരിക്കുന്നവർക്ക് ആദി, ആ സ്ത്രീ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഭദ്രൻ അങ്ങോട്ട് കയറി വന്നത്. ചേച്ചി, അളിയനെ വിളിച്ചിട്ടെന്താ ഫോൺ എടുക്കാത്തത്? അതിന് നിന്റെ അളിയൻ ഫോൺ കൊണ്ടുപോയാലല്ലേ. ഇന്നലെ രാത്രിയിൽ ഇവിടെ നിന്ന് പോയതാ. ഇന്നലെ രാത്രിയിൽ ആരോ ഒരു പരിചയക്കാരൻ വിളിച്ചിരുന്നു. എന്തോ ബിസിനസ്സിൻ്റെ കാര്യമാണ്. റിയൽ എസ്റ്റേറ്റിൽ പങ്കുവച്ചടമുള്ള ആരോ ആണെന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു. എന്നോടൊന്ന് പറയുക പോലും ചെയ്യാതെ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ഫോൺ എടുത്തില്ല. ഞാൻ പറയാനായി പിന്നാലെ ചെന്നതാ. എന്നെ ചീത്ത പറഞ്ഞു. ഫോണൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ജോലിക്കല്ല പോകുന്നത് എന്ന് പറഞ്ഞു. എന്തോ കള്ളത്തരമുണ്ട്. നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? ഭാമ ഭദ്രനോട് ചോദിച്ചു. എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല ചേച്ചി. എന്നെ കാണാതെ പോയാൽ ഗംഗോത്രിയിൽ ചെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതെന്തിനാ ഗംഗോത്രിയിൽ പോയി അന്വേഷിക്കുന്നത്? ഭാമ ചോദിച്ചു. അപ്പോഴാണ് കാളിംഗ് ബെൽ ആരോ കാളിംഗ് ബെൽ അമർത്തിയത്. അളിയ മതം തോന്നു. അവൻ സന്തോഷത്തോടെ പുറത്താരാണെന്ന് നോക്കാനായി പോയി. അതിന് നീ അതിലൂടെയല്ലേ കയറി വന്നത്? വാതിലടച്ചിട്ടില്ലല്ലോ. അയാളല്ലായിരിക്കണം ബെല്ലടിച്ച് കാത്തു നിൽക്കുന്നത്. ഇത് വേറെ ആരോ. ഭാമ അതും പറഞ്ഞുകൊണ്ട് ഭദ്രൻ്റെ പിന്നാലെ ചെന്നു. പുറത്തു നിൽക്കുന്ന പോലീസുകാർ